ദൈവമാസൻ, ബപാവത്സല്യ സഹോദരി, എന്റെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മാന്യ കർത്താവിന്റെ ദാസന്മാർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. മുഹൂരം ഒന്നും പറയാതെ 20 മിനിറ്റിൽ കൊണ്ട് ദൈവം എന്നെ ഏൽപ്പിച്ച ചില ചിന്തകൾ വേഗത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. തിമോഥെയോസിന്റെ ലേഖനം, അതിന്റെ 1-ാം ലേഖനത്തിലെ ചില സെലക്റ്റഡ് ആയിട്ടുള്ള ചില വാക്യങ്ങളാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. ഞാൻ പല സ്ഥലങ്ങളിലും ഈ തിമോഥെയോസിന്റെ ലേഖനം എടുത്തിട്ട് ഈ പാസ്റ്റർമാർ കൂടി വരുന്നിടത്തൊക്കെ അത് ഒരു ക്ലാസ് പോലെ അല്ലെങ്കിൽ ഒരു സെമിനാർ പോലെ പല സമയങ്ങളിലും വർഷങ്ങളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെയും വളരെ അനുഗ്രഹമായെന്ന് പലരും പറയാനിടയായി തീർന്നിട്ടുണ്ട്. അവർക്ക് അനുഗ്രഹമായില്ലെങ്കിലും എനിക്ക് അനുഗ്രഹമായെന്നുള്ളത് ഞാൻ സാക്ഷ്യപ്പെടുത്തുക. കാരണം ആ പറഞ്ഞ വചനങ്ങൾ, ഉപദേശങ്ങളൊക്കെ എനിക്ക് വളരെ ബലമായി, സന്തോഷമായി എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എന്നെക്കാൾ പ്രഗത്ഭന്മാരായ ദേവദാസന്മാരാണ് നിങ്ങളെല്ലാവരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നാം ഒരുത്തനെ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്നുള്ള അപ്പോസ്തലന്റെ ഉപദേശം നമ്മൾ ഓർക്കുമല്ലോ. അങ്ങനെയെങ്കിൽ ശ്രേഷ്ഠന്മാരായ ദേവദാസന്മാര് ഇതുപോലെ ഈ വചനം കേൾക്കുമ്പോൾ അവര് കർത്താവിനോട് കൂടുതൽ അടുക്കുവാനും ഉപദേശം പറയാൻ കരുത്തന്മാരായി തീരണം. 1 തിമോഥെയോസ്, 2 തിമോഥെയോസ്, തീത്തോസ്, ഫിലമോൻ, ഈ ലേഖനങ്ങൾ ഇടയ ലേഖനങ്ങളെന്ന് വേദപണ്ഡിതന്മാരെ വിളിക്കുകയാണ്. ഇടയന്മാർക്ക് വേണ്ടിയുള്ള ലേഖനങ്ങൾ. അപ്പോൾ തന്നെ വിശ്വാസികൾക്കും ദൈവമക്കൾക്കും ദൈവസഭയ്ക്കും ആഗോള വ്യാപകമായി നിലകൊള്ളുന്ന ലേഖനങ്ങളാണ്. ഇതിന്റെ 2-ാം ലേഖനം എഴുതി തീർന്നതോടുകൂടി പൗലോസിന്റെ തലയ്ക്ക് റോമൻ സാമ്രാജ്യത്തിന്റെ കത്തി വീണുവെന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. അത് ശരിയായിരിക്കാം. ഞാൻ നല്ല പുറകോട്ടം തികച്ചു, വിശ്വാസം കാത്തെന്നുള്ള ഭാഗങ്ങൾ പറഞ്ഞ് 2-ാം ലേഖനം എഴുതി തീർന്നപ്പോൾ ആ ഉജ്ജ്വല ദീപത്തെ ഈ ലോകം കെടുത്തിക്കളഞ്ഞു. എങ്കിലും അദ്ദേഹം ജീവനോടിരുന്നപ്പോൾ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ അതിന്റെ ഫലത്തേക്കാൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞെങ്കിലും ഇന്നും കർത്താവ് വരുന്നവരെയും താൻ എഴുതിയ ഓരോ വചനങ്ങളും ഉപദേശങ്ങളും അത് ശക്തിയോടെ തന്നെ പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അനേകരെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പൊ 1 തിമോഥെയോസിലെ ചില സെലക്റ്റഡ് ആയിട്ടുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ച് അതിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞ വേഗത്തിൽ കർത്താവിന്റെ ദാസന് സമയം കൈമാറുവാൻ ശരണപ്പെടുകയാണ്. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അന്യഥാ ഉപദേശിക്കരുതെന്നും വിശ്വാസമെന്ന ദൈവവ്യവസ്ഥയ്ക്കല്ലാതെ തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്ന് ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് എന്നുള്ള വാക്യം. ഇവിടെ എഴുതിയിരിക്കുന്ന ഈ വാക്യം ഇത് തിമോഥെയോസിന് വേണ്ടി മാത്രമാണോ? കർത്താവിന്റെ വരവ് വരെ കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാർക്കും വേണ്ടിയുള്ള വചനങ്ങളാണ് ആത്മാവിൽ പൗലോസ് എഴുതി തിമോഥെയോസിന് കൊടുത്തത്. അത് നമ്മൾ വായിക്കുകയും പഠിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അത് അങ്ങനെ തന്നെ പ്രസംഗിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. അന്യഥാ ഉപദേശിക്കരുതെന്ന്. ഈ അന്യഥാ ഉപദേശം എന്നുള്ളത് ഇന്ന് ഏറ്റവും പ്രബലപ്പെട്ടു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. 1 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും അനുസരിക്കാതെ അന്യഥാ ഉപദേശിക്കുന്നവൻ. അവിടെയും കാണുന്നു അന്യഥാ ഉപദേശിക്കുന്നവൻ. അവിടെ പൗലോസ് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പഥ്യവചനവും ഭക്തിക്കൊത്ത് ഉപദേശവും അനുസരിക്കാതെ അന്യഥാ ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ച് ചീർത്തിരിക്കുന്നു. അവയാൽ അസൂയ, ഷണ്ഡ, ദൂഷണം, ദുശംസയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥമാകം എന്ന് ഉളവാകുന്നു. അപ്പൊ ഈ അന്യഥാ ഉപദേശം കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വചനത്തിന് പ്രസക്തിയുണ്ട്. എന്ത് പ്രസക്തി? അന്യഥാ ഉപദേശിക്കരുതെന്നും വിശ്വാസമെന്ന ദൈവവ്യവസ്ഥയ്ക്കല്ലാതെ. ഈ വിശ്വാസമെന്ന ദൈവവ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? പലരും പല വ്യാഖ്യാനങ്ങൾ അതിൽ കൊടുക്കാറുണ്ട്. വിശ്വാസമെന്ന ദൈവവ്യവസ്ഥ യൂദ പറയുന്ന തന്റെ ലേഖനത്തിലെ 3-ാം വാക്യമാണ്. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. യൂദയുടെ ലേഖനം അതിന്റെ 3-ാം വാക്യം. വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു വാക്യമാണ്. ഒരൊറ്റ ലേഖനം കൊണ്ട് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ യൂദ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിന്റെ 3-ാം വാക്യം ഞാൻ വായിക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. യൂദയുടെ ലേഖനം
അതിന്റെ 3-ാമത്തെ വാക്യം. സ്തോത്രം. എടുത്തവരും വേണമെങ്കിൽ ഒന്ന് വായിക്കാം, അല്ലെങ്കിൽ ഞാൻ വായിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. വിശുദ്ധന്മാർക്ക്, അതിന്റെ ആദ്യ ഭാഗം ഞാൻ വിടുക. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. യൂദലേഖനം എഴുതി വന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള വിശ്വാസത്തെ കുറിച്ച് ഞങ്ങൾ എഴുതണമെന്നാണ് താൻ ആഗ്രഹിച്ചത്. പക്ഷേ എഴുതി വന്നപ്പോൾ എന്താ സംഭവിച്ചു? വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം. എന്താണ് ഈ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം എന്നുള്ളത്? ഇത് വിശ്വാസ പ്രമാണത്തെയാണ് കാണിക്കുന്നത്. സ്തോത്രം. വിശ്വാസം എന്നുള്ളത് വിശ്വാസ പ്രമാണത്തെയാണ് കാണിക്കുന്നത്. ഇവിടെ പറയുന്ന വിശ്വാസമെന്ന ദൈവ വ്യവസ്ഥ, അത് വിശ്വാസ പ്രമാണത്തെയാണ് കാണിക്കുന്നത്. ഈ യൂദ പറയുന്നത് വിശ്വാസം എന്നത് ഒരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിന് വേണ്ടി പോരാടുക, അതായത് വിശ്വാസ പ്രമാണത്തിന് വേണ്ടി പോരാടുക. ആ പ്രമാണം പ്രസംഗിക്കാൻ വേണ്ടി ലോകത്തോടും ജഡത്തോടും പിശാചിനോടും പോരാടി വേണം അത് പ്രസംഗിക്കാൻ. പൗലോസ് പറയുന്നുണ്ട്, ഇത് പ്രസംഗിക്കാൻ ഞാൻ വലിയ പോരാട്ടത്തിലായിരിക്കുന്നു. സ്തോത്രം. ഇവിടെ കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ 2 വാക്യത്തിൽ ഇത് പ്രസംഗിക്കുന്നത് ഞാൻ വലിയ പോരാട്ടത്തോടെ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യനെ പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടുകൂടി പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്കൊത്തോണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അപ്പൊ വിശ്വാസ പ്രമാണം പ്രസംഗിക്കാൻ പോരാട്ടമുണ്ട്. പിശാച് പലപ്പോഴും സമ്മതിക്കത്തില്ല. യഥാർത്ഥ പഥ്യവചനം എവിടെ പ്രസംഗിക്കപ്പെടുന്നുണ്ടോ അവിടെ പിശാച് ഇടങ്കോലിടയായിത്തീരും. പൗലോസിന്റെ ലേഖനങ്ങളിലൊക്കെ കാണാൻ കഴിയും, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും സാത്താൻ ഞങ്ങളെ തടുത്തു. ഇന്ന് ഈ പഥ്യവചനമല്ലാതെ മറ്റുള്ള അന്യതാ ഉപദേശങ്ങൾ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിശാചിന് ഒരു പോരാട്ടവുമില്ല. ഇവിടെ കൺവെൻഷൻ നടത്താൻ പിശാചിന് തടസ്സങ്ങളില്ല. ഇവിടെ കോട്ടയം മീറ്റിംഗ് നടത്താൻ, സഭായോഗം നടത്താൻ, ഇടമീറ്റിംഗുകൾ നടത്താൻ, ഉപവാസ പ്രാർത്ഥന നടത്താൻ ഒരു പ്രശ്നവുമില്ല. അന്യതാ ഉപദേശം പറയുന്നിടത്ത് ഒരു പ്രശ്നവുമില്ല. ആള് ഈയാമ്പാറ്റ കൂടുന്ന പോലെ കൂടി വരും. എന്നാൽ വിശ്വാസ പ്രമാണം അല്ലെങ്കിൽ പഥ്യവചനം അല്ലെങ്കിൽ പഥ്യോപദേശം സ്തോത്രം പ്രസംഗിക്കപ്പെടുമ്പോൾ അവിടെ വലിയ പോരാട്ടമുണ്ടാവും. അതാണ് പൗലോസ് തിമോഥെയോസിന് കൊടുക്കുന്ന ശക്തമായൊരു മുന്നറിയിപ്പ്. അത് ഇന്ന് പൽക്കാലം നമുക്കും ആ മുന്നറിയിപ്പ് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. അത് നമ്മളും ശ്രദ്ധിച്ചു കേട്ടതനുസരിച്ച് ചെയ്യണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. അന്യതാ ഉപദേശിക്കരുത്. വിശ്വാസമെന്ന ദൈവവ്യവസ്ഥയ്ക്കല്ലാതെ തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകൾക്കും അന്തമില്ലാത്ത വംശാവലികളും ശ്രദ്ധിക്കരുത്. വിശ്വാസമെന്ന ദൈവവ്യവസ്ഥയല്ലാതെ അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം പ്രസംഗിക്കാത്തടുത്ത് ദുരുപദേശം, അന്യതാ ഉപദേശം പ്രസംഗിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കരുതെന്ന് ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച കർത്താവിന്റെ ദാസൻ കർക്കശമായിട്ട് ഞങ്ങളോട് പറയുമായിരുന്നു. ഈ വചന വ്യവസ്ഥ വിട്ടുള്ള പ്രസംഗങ്ങളും പ്രബോധനങ്ങളും നമ്മൾ കേൾക്കാൻ പാടില്ല. കേട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ സാത്താൻ അവിടെ കയറി പ്രവർത്തിക്കാനിടയായിത്തീരും, ആശയക്കുഴപ്പമുണ്ടാക്കാനിടയായിത്തീരും. അതുകൊണ്ട് വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ലാതെ തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും വംശമില്ലാത്ത വരികളെയും ശ്രദ്ധിക്കരുതെന്ന് ഞാൻ തിമോഥെയോസിനെ ഫലമേൽപ്പിക്കുന്നു പൗലോസ് പറഞ്ഞത് നമുക്കും ഒരു ഉപദേശമായിരിക്കട്ടെ എന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. 1 തിമോഥെയോസ് 1:18, 19, 20 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മകനെ തിമോഥെയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഈ ആജ്ഞ നിന്നെ ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനിയോക്സ് മലസന്തറും ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു. അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്ന ഈ തിമോഥെയോസിനോട് പറയുന്ന ഈ ഉപദേശം വളരെ ശക്തമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്തോത്രം, നിനക്ക് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം ഈ ആജ്ഞ നിന്നെ ഭരമേൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച്, ഞാൻ തരുന്ന ആജ്ഞ അനുസരിച്ച് നല്ല മനസ്സാക്ഷിയുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. എന്താണാവോ യുദ്ധസേവ?
ഒരു യഥാർത്ഥ ശുശ്രൂഷകൻ യുദ്ധകളത്തിലാണ് നിൽക്കുന്നത്. ഒരു യഥാർത്ഥ വിശ്വാസി യുദ്ധകളത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് ആരാണുണ്ടാവും? നമുക്ക് യുദ്ധം. ഒന്നാമത്തെ യുദ്ധം നമുക്ക് നമ്മോട് തന്നെയാ. ലോകത്തോടും ജഡത്തോടും പിശാചിനോടും യുദ്ധം ചെയ്യുക. ലോകത്തോട്, ലോകത്തിന്റെ സ്നേഹവും ലോകത്തിലെ മ്ലേച്ഛതകളിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകാതെ വണ്ണം സ്തോത്രം നാം ലോകത്തോട് യുദ്ധം ചെയ്യുന്നു. സ്തോത്രം. അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസ് പറയുന്ന ഒരു പ്രയോഗമാ. ലോകം എനിക്ക് ക്രൂശിക്കപ്പെട്ടിരിക്കുക, ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുക. ലോകം എന്നിലേക്ക് വരാൻ പാടില്ല, ഞാൻ ലോകത്തിലേക്ക് ഇറങ്ങാൻ പാടില്ല. അവിടെ ഒരു വലിയ പോരാട്ടം നമുക്ക് കാണാൻ കഴിയുന്നു. പിശാചിനോടുള്ള പോരാട്ടം നമുക്കറിയാം. എഫെസ്യ ലേഖനം അതിന്റെ 6-ാം അധ്യായത്തിന്റെ 10 മുതൽ സ്തോത്ര പിശാചിന്റെ തന്ത്രങ്ങളോട് തീർപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളി. സ്തോത്രം. സത്യമരക്കി കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷം കാലിൽ ചെരിപ്പാക്കി സകല ദുഷ്ടന്റെ തീയമ്പിളയും കെടുപ്പാൻ തക്കൊണ്ട് വിശ്വാസം എന്ന പരിചയം, രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും ഏത് നേരത്ത് ആത്മാവിൽ പ്രാർത്ഥിച്ചും സാത്താനോട് പോരാടി നിൽക്കുന്നവർക്ക് മാത്രമേ കർത്താവിന്റെ വേല ഫലകരമായി ചെയ്യാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ പിശാച് നമ്മളെ തോൽപ്പിച്ചു കളയും. ഞാന് എന്റെ യൂട്യൂബിൽ ഒരു മെസ്സേജ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ 2 മെസ്സേജ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടാനിടായി. അത് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇട്ട വാക്യമാ. ആ വാക്യം വെച്ചൊരു മെസ്സേജ് തയ്യാറാക്കി 2 മെസ്സേജ് ഇട്ടിട്ടുണ്ട്. സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. സാത്താൻ വലിയ ശക്തിയുള്ളവനാ. ദൈവത്തിന്റെ ശക്തിക്ക് അത്രയും വരത്തില്ലെങ്കിലും അവന് ശക്തിയുണ്ട്. ഇന്നത്തെ മാനുഷിക ബുദ്ധിയുള്ളവരെക്കാളും ഇന്നത്തെ ലോക മനുഷ്യരെക്കാളും ഭയങ്കര പവർഫുള്ളാണ് സാത്താൻ. ദൈവത്തിന് മുൻപാകെ അവൻ സീറോണ്, നമുക്കറിയാം. ആ സാത്താൻ നമ്മളെ എന്ത് ചെയ്യും? അവന്റെ തന്ത്രങ്ങളിലൂടെ സർപ്പം വായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നമ്മുടെ ഹൃദയത്തെ വഷളാക്കി ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് ദൈവകൃപ പ്രാപിച്ച് ദൈവശക്തി പ്രാപിച്ച് അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്യാൻ തക്കവണ്ണം നമ്മളെ തടയുന്ന, പുറകോട്ട് വലിക്കുന്ന, അല്ലെങ്കിൽ ആ 2 കൊരിന്ത്യർ 11-2-3 വാക്യത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയത്തെ എന്ത് ചെയ്യും? ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും. സ്തോത്രം. സർപ്പം ഉപായത്താൽ ചതിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നമ്മുടെ ഹൃദയത്തെ വഷളാക്കി കഴിഞ്ഞാൽ പിന്നെ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. ഞാന് സത്യമായിട്ട് പറയുന്നു. പ്രാരംഭകാലങ്ങളിൽ തീപ്പൊരി പോലെ നിന്ന് അനേക പാസ്റ്റർമാരെ എനിക്കറിയാം. ഞാൻ അവരുടെ പേരും പ്രസ്ഥാനങ്ങളൊന്നും പറഞ്ഞ് അവരെ ആക്ഷേപിക്കാൻ തുനിയുന്നില്ല. ഞാൻ പണ്ടുള്ള കാലങ്ങളിൽ വിശ്വാസത്തിൽ വന്ന സമയത്ത് അവരുടെയൊക്കെ പ്രസംഗം കേട്ട് ഞാൻ കോരിത്തരിച്ചു പോയിട്ടുണ്ട്, ഞാൻ ഭയന്ന് വിറച്ചു പോയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഇന്ന് അന്യതാപദേശം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ കാര്യം? ശത്രുവിന്റെ പ്രലോഭനങ്ങളിൽ അവർ കുടുങ്ങിപ്പോയി. സ്തോത്രം. അവരുടെ ഹൃദയത്തെ വശീകരിച്ചു കളഞ്ഞു, അന്യതാ ഉപദേശത്തിലേക്ക് അവരെ കൊണ്ടുപോയി. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, സ്തോത്രം, ഈ ആജ്ഞ നിന്നെ ഫലമേൽപ്പിക്കുന്നു, നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. അപ്പം മനസ്സാക്ഷി മലിനമായാൽ നമുക്ക് കർത്താവിന്റെ വേല ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ മനസ്സാക്ഷി മലിനമായി കഴിഞ്ഞാൽ ശത്രുവിന്റെ കയ്യിൽ അകപ്പെട്ടു പോകുമെന്ന് ഈ വേദഭാഗം നന്നായി പഠിപ്പിക്കുന്നുണ്ട്. അനേകരുടെ നല്ല മനസ്സാക്ഷി മലിനമായി സ്തോത്രം ഇന്ന് ശത്രുവിന്റെ പിടിയിൽ അമർന്നു പോയ എത്രയോ സംഭവങ്ങൾ പേരെടുത്ത് പറയാൻ എനിക്ക് കഴിയും. ഞാൻ അതിന് തുനിയുന്നില്ല. എന്നെ കേൾക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാരെ, കർത്താവിന്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കുന്ന പ്രബുദ്ധരായ ദൈവദാസന്മാരോട് എനിക്ക് പറയാനുള്ളത്, നാം ഒരു ദൈവദാസനാണെങ്കിൽ നമ്മുടെ മനസ്സാക്ഷിയെ കാത്തു സൂക്ഷിക്കേണ്ട ആവശ്യം. പ്രവൃത്തി പുസ്തകത്തിൽ പൗലൂസ് പറയുന്നു, സ്തോത്രം, റോമയിലേക്ക് പൗലൂസിനെ കൈ ബന്ധിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് സ്തോത്രം പൗലൂസിനെ കെട്ടടിച്ചു കൊണ്ടുവന്ന് ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും മഹാപുരോഹിതന്മാരുടെയും മുമ്പ് ചരിത്രം പ്രവൃത്തി പുസ്തകം നമുക്ക് തരുന്നുണ്ട്. അവിടെ പൗലൂസ് പറയുന്നു, സഹോദരന്മാരെ, കേവലം ഞാൻ നല്ല മനസ്സാക്ഷിയോടുകൂടി നടന്നിരിക്കുന്നുവെന്ന് പൗലൂസ് തന്നെ കൊണ്ടുപോകുന്ന ശത്രുനിരയുടെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയുക. അതാണ് യഥാർത്ഥ ശുശ്രൂഷകന്റെ ഒരു ആത്മീയ അനുഭവം. അത് കഴിഞ്ഞ് ആ അടുത്ത അധ്യായത്തിൽ പൗലൂസ് പറയുന്നുണ്ട്, എനിക്ക് ദൈവത്തോടും മനുഷ്യനോടും കുറ്റമറ്റ മനസ്സാക്ഷി ഉണ്ടാകാൻ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നുവെന്ന് പൗലൂസ് പറയുന്നു. അതുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരെ, നമുക്ക് കുറ്റമറ്റൊരു മനസ്സാക്ഷി ഉണ്ടായിരിക്കണം, ഒരു നല്ല മനസ്സാക്ഷി ഉണ്ടായിരിക്കണം. ദൈവത്തോടും മനുഷ്യനോടും ഒരു കുറ്റമറ്റ മനസ്സാക്ഷി ഉള്ളവർക്ക് മാത്രമേ ഈ പഥ്യവചനവും ഈ പഥ്യോപദേശവും പ്രസംഗിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഒരു നല്ല മനസ്സാക്ഷി കാത്തു സൂക്ഷിക്കുവാൻ സ്തോത്രം നാം
സ്വത്രം ആവോളം ശ്രമിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. എന്നിട്ട് 19 വാക്യത്തിൽ 1 തീമോഥെയോസ് 1:19 ഇങ്ങനെ പൗലോസ് പറയുന്നു, ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഇത് ചിന്തിച്ചേ, എത്ര ഭയങ്കരമാണ്. മനസ്സാക്ഷി മലിനമായപ്പോൾ വിശ്വാസ കപ്പൽ തകർന്നുപോയി. അർത്ഥം വിശ്വാസ ജീവിതം പോയി. പിന്നെ അവർക്ക് വിശ്വാസമില്ല, പിന്നെ അവർക്ക് പ്രത്യാശയില്ല, പിന്നെ അവർക്ക് സന്തോഷമില്ല, പിന്നെ അവർക്ക് സമാധാനമില്ല. ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നുണ്ട്, ആത്മാവ് അവരിൽ നിന്ന് വിട്ടുപോയി. ഈ നല്ല മനസ്സാക്ഷി മലിനമായി കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് അവരെ പിന്നെ സാത്താനെ ഏൽപ്പിച്ചെന്നാ പറഞ്ഞേക്കണത്. പൗലോസ് സാത്താനെ ഏൽപ്പിച്ചു. നല്ല മനസ്സാക്ഷി തള്ളിക്കളയുമ്പോ തന്നെ ഓൾറെഡി സാത്താന്റെ കയ്യിലായവരെ. ഞാൻ ഒത്തിരി പ്രൂഫ് നിരത്തി വയ്ക്കാൻ എനിക്കുണ്ട്, പക്ഷെ ഞാൻ അതിന് തുനിയുന്നില്ല. എന്നെ കേൾക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാരെ, കർത്താവിന്റെ വരവിനുവേണ്ടി ജനത്തെ ഒരുക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവവൃദ്ധന്മാരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ മനസ്സാക്ഷിയെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമുക്കറിയാം, ദാവീദിനെ സ്വത്രം ശൗല് ഓടിച്ചിടുന്നൊരു ചരിത്രമുണ്ട്. അവന് ശൗലിന്റെ കൈ പെടാതെ വണ്ണം ദാവീദ് കാട്ടിലൂടെ തന്റെ ചില സഹോദരന്മാരുമായിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വെച്ച് എന്ത് ചെയ്തു, ശൗലിനെ കണ്ടെത്താനിടയായി തീർന്നു. സ്വത്രം എന്റെ പശ്ചാത്തലമൊക്കെ ഞാൻ അധികം വചനത്തിലൂടെയൊന്നും പറഞ്ഞ് സമയം കളയാൻ താല്പര്യപ്പെടുന്നില്ല. നമുക്ക് വിഷയങ്ങൾ അറിയാവുന്നതുകൊണ്ട് പറഞ്ഞു പോയാൽ മാത്രം മതി. എന്നാൽ ദാവീദിന്റെ മുൻപിൽ ശൗലിനെ കിട്ടിയപ്പോൾ എന്ത് ചെയ്തു, ശൗലിനെ ദാവീദ് ഉപദ്രവിച്ചില്ല. എന്നാൽ ഞാൻ നിന്നെ കണ്ടു, നിന്റെ അടുക്കൽ വരെ ഞാൻ വന്നു, സ്വത്രം നിനക്ക് വേണമെങ്കിൽ നിന്നെ കൊല്ലാമായിരുന്നു, ഞാനൊന്നും ചെയ്യുന്നില്ല. അവന്റെ വസ്ത്രാഗ്രം മുറിച്ചെടുത്തു എന്നാണ് ശമൂവേൽ പ്രവാചക പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ശൗലിന്റെ വസ്ത്രാഗ്രം മുറിച്ചെടുത്തു. പിന്നീടുള്ള ഭാഗം പഠിച്ചു വരുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയുന്നു, അവന്റെ വസ്ത്രാഗ്രം മുറിച്ചെടുത്തത് നിമിത്തം ദാവീദിന്റെ മനസ്സാക്ഷി കുത്തി തുടങ്ങി. ദേവദാസന്മാരായ നമുക്ക് സ്വത്രം നമ്മളൊക്കെ അങ്ങനെ ചെയ്യുന്നവരല്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കട്ടെ. ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ എന്തെല്ലാം പ്രവൃത്തികൾ വചനവിരുദ്ധമായി പലരോട് ചെയ്യുന്നുണ്ട്. കൂട്ടുസഹോദരന്മാരുടെ പാസ്റ്റർമാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് ഒരു മനസാക്ഷി കുത്തുമില്ല. ദാവീദിന്റെ ജീവിതത്തിലെ പ്രത്യേകത, അവന് നല്ലൊരു മനസാക്ഷി ഉണ്ടായിരുന്നു. അവൻ പാപം ചെയ്തു, അവൻ വ്യഭിചാരം ചെയ്തു, അവൻ യുദ്ധമുന്നണിയിൽ സ്വത്രം നിർത്തി ഒരു സഹോദരനെ മനഃപൂർവ്വം കൊല്ലാനുള്ള കെണികളൊക്കെ ഒരുക്കിയെങ്കിലും നാഥാൻ പ്രവാചകന്റെ ശബ്ദത്തിന്റെ മുൻപിൽ അവന്റെ നല്ല മനസാക്ഷി ദൈവസന്നിധിയിൽ വിലപിക്കാനിടയായി, കരയാനിടയായി. അതുകൊണ്ടാണ് ദാവീദിനെ കുറിച്ച് ദേവദാസന്മാർ ഘോരഘോര പ്രസംഗിക്കുമല്ലോ, എന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദെന്ന്. ആ സംഭവത്തിന് ശേഷമാണ് ദാവീദിനെ കുറിച്ച് ദൈവം സാക്ഷ്യം പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളോ കുറ്റങ്ങളോ ബലഹീനങ്ങളോ പോരായ്മകളോ ഒക്കെ വന്നാൽ പോലും നമ്മൾ നല്ല മനസ്സാക്ഷിയുള്ളവരാണെങ്കിൽ ദൈവത്തിൽ വീണ് കിടന്ന് കരഞ്ഞ് ദാവീദ് ചെയ്ത പോലെ ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ചെയ്യാനായിട്ട് നമ്മൾ ഒരിക്കലും പോകരുത്. അഥവാ നമ്മൾ അറിയാതെ ചെറിയായ തെറ്റുകൾ കുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നിലത്ത് വീണ് കിടന്ന് നല്ല മനസ്സാക്ഷിയോടെ ദൈവത്തോട് കരഞ്ഞു കഴിഞ്ഞാൽ ദൈവം ക്ഷമിക്കാനിടയായിത്തീരും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ മനസ്സാക്ഷി മലിനമാക്കി പിന്നെയും 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 മുമ്പോട്ട് പോയാൽ, പണ്ടൊരു പാസ് പറഞ്ഞാൽ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ഈ മനസ്സാക്ഷി എന്നുള്ളത് സ്ലേറ്റ് പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണെന്ന താൻ പ്രസംഗിച്ചു കേട്ടത്. നല്ല അനുഗ്രഹീതനായ ഒരു ദേവദാസൻ പോൾ ഗോപാലകൃഷ്ണൻ, എന്റെ ഒരു ആത്മീയ ഗുരു കൂടിയാണ്. പണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ട ഉണർത്തപ്പെട്ട ഗൾഫിൽ വെച്ച്. അപ്പൊ അദ്ദേഹം പറയും, മനസ്സാക്ഷി സ്ലേറ്റ് പോലെ ഇങ്ങനെ ഇരിക്കും, സ്ക്വയർ ആയിട്ട്. സ്വത്രം ഈ മനസ്സാക്ഷി പാപം ചെയ്തു കഴിയുമ്പോൾ ഈ സ്ലേറ്റ് പോലെ ഇരിക്കുന്ന മനസ്സാക്ഷി അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിഞ്ഞിങ്ങനെ തീയും. ചെയ്യരുത്, ചെയ്യണം, ചെയ്യരുത്, ചെയ്തോ, ചെയ്യരുത്, ചെയ്തോ. എന്നാൽ നമ്മളത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നാം അതിനെ അവഗണിച്ചുകൊണ്ട് പിന്നെയും പാപം ചെയ്തുകൊണ്ടിരുന്നാൽ ഈ സ്ലേറ്റ് പോലെ ഇരിക്കുന്ന സാധനം ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി അത് ഡിസ്ക് പോലെയാവും. പിന്നെ ഏത് പാപം ചെയ്താലും, മനസ്സാക്ഷി മലിനമായ വ്യക്തി ഏത് പാപം ചെയ്താലും ആ മനസ്സാക്ഷി കുത്തവനുണ്ടാകത്തില്ല. മനസ്സാക്ഷി കുത്ത് ദാവീദിനുണ്ടായി. ശൗലിന്റെ വസ്ത്രം മുറിച്ചപ്പോൾ അവന്റെ മനസ്സാക്ഷി അവനെ കുത്തി. അഭിഷേകം നഷ്ടപ്പെട്ട ശൗലിന്റെ വസ്ത്രം, ഒരു ദൈവദാസനായിരുന്ന ശൗലിന്റെ വസ്ത്രം നീ മുറിച്ചെടുത്തത് തെറ്റായെന്ന് പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ ഇടപെട്ട് അവന്റെ മനസ്സാക്ഷി കുത്താനിടയായി. അതെ, അനുഗ്രഹീതമായ ദൈവവചനം പ്രസംഗിച്ച് മുമ്പോട്ട് നടത്തുന്ന നമുക്കുണ്ടാകേണ്ട, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ ഉണ്ടാകേണ്ട, ഒരു പാസ്റ്ററിൽ ഉണ്ടാകേണ്ട ക്വാളിറ്റിയിൽ ഒന്ന് നല്ല മനസ്സാക്ഷി. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവരായിരിക്കണം. സ്വത്രം സമയം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. സ്വത്രം പെട്ടെന്ന് ഞാൻ നിർത്താം. സ്വത്രം അടുത്തതായിട്ട് സ്വത്രം 1 തീമോഥെയോസിന്റെ 3-ാം അധ്യായത്തിന്റെ
1 മുതൽ 10 വരെയുള്ള വാക്യം വായിച്ച് ഞാൻ അങ്ങ് നിർത്തുക. സ്തോത്രം. ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നുവെങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു. തിമോഥെയോസിനോട് പറയുക. സ്തോത്രം. എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനും, നമ്മൾ കർത്താവിന്റെ വേല ചെയ്യുന്നവരാണല്ലോ, നമ്മൾ ആരായിരിക്കും? നിരപവാദ്യനും ഏക ഭാര്യയുടെ ഭർത്താവും നിർമ്മതനും ജിതേന്ദ്രിയനും സുശീലനും അതിഥിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനും അരുത്. ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. സ്വത്രം സ്വത്രം. സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? സ്വത്രം. ഇത് നമുക്കറിയാം. ആത്മീയ കുളത്തിൽ ഈ വക കാര്യങ്ങളൊന്നും ഇല്ലാതെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വലിയ സമൂഹമുണ്ട്. നമുക്കറിയാം. വ്യക്തിപരമായിട്ട് എല്ലാവർക്കും അറിയാം. വ്യക്തികളെ പോലും എനിക്ക് പലരെ അറിയാം. പക്ഷെ നമ്മൾ അവരെ പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അവരൊക്കെ മടങ്ങി വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ് പറയുന്ന ഈ 1 തീമോഥെയോസ്, 2 തീമോഥെയോസ്, തീത്തോസ്, ഫിലമോന്റെ ലേഖനങ്ങൾ വായിച്ചു പഠിക്കുമ്പോൾ ഒരു ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണമെന്ന് വ്യക്തമായി കൃത്യമായി അപ്പോസ്തലൻ ഉപദേശം തരുന്നുണ്ട്. അതാരും വായിച്ചു പഠിക്കുന്നില്ല. അതാരും സഭയിൽ പഠിപ്പിക്കുന്നില്ല. ഞാനൊക്കെ ഇത് ഇടയ്ക്കിടയ്ക്ക് ഈ ഭാഗങ്ങളൊക്കെ എടുത്ത് ശക്തിയോടെ പ്രസംഗിക്കാറുണ്ട്. അതുകൊണ്ട് പലരും എന്നെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകാറുണ്ട്. ഞാനത് ഗണ്യമാക്കാറില്ല. കാരണം കർത്താവ് എന്നെ ഫലമേൽപ്പിച്ച വചനം ശക്തിയോടെ പറഞ്ഞ് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. നല്ല ദാസനെ എന്നുള്ള വിളി കേൾക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. അടുത്ത വാക്യത്തിലേക്ക് വരാം. സ്തോത്രം. സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ എങ്ങനെ സഭയെ എങ്ങനെ പരിപാലിക്കും? നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ പുതിയ ശിഷ്യനും അരുത്. സ്തോത്രം. ശ്രദ്ധിക്കണേ. നിന്നയിലും പിശാചിന്റെ കെണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവരായിരിക്കണം. പുറമെയുള്ളവർ എന്നുള്ളത് സഭയ്ക്ക് വെളിയിലുള്ളവരോട്, സഭയ്ക്ക് ഉള്ളിലുള്ളവരോടും വേണം, സഭയ്ക്ക് പുറമെയുള്ളവരോടും വേണം. നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തോടും വേണം കുറ്റമറ്റ മനസാക്ഷി, മനുഷ്യനോടും വേണം കുറ്റമറ്റ മനസാക്ഷി. അങ്ങനെയുള്ളവർക്ക് മാത്രമേ കർത്താവിന്റെ വേല ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ശുശ്രൂഷകന്മാർ ധനശാലികളായിരിക്കണം. ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലഭമോഹികളും അരുത്. അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. അവരെ ആദ്യം പരീക്ഷിക്കണം. അനിന്യമായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. 10 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു. പ്രിയമുള്ളവരെ, പത്രോസ് പറയുന്ന പ്രസംഗം എന്താ? ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് സംസാരിക്കുന്ന പോലെ. അങ്ങനെയെങ്കിൽ എന്റെ പ്രസംഗം ദൈവത്തിന്റെ അരുളപ്പാടുകൾ, പുതിയ നിയമ അരുളപ്പാടുകൾ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കുക. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വചനങ്ങളാണ്. നിങ്ങൾ ഇതൊക്കെ പ്രസംഗിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിക്കുന്നവരാണ്. പക്ഷെ ഇന്ന് രാത്രി എനിക്ക് കിട്ടിയ സമയം കൊണ്ട് ഞാൻ ചെയ്യുന്നത് ഒന്നുകൂടി നിങ്ങളെ ഓർപ്പിച്ച് ഉണർത്തുകയാണ് ചെയ്യുന്നത് ഈ വചനത്തിലൂടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒരു വാക്യം കൂടി വായിക്കാം. 1 തീമോഥെയോസ് 3:14-15. ഞാനത് നേരത്തെ വായിച്ചുവെങ്കിലും ഒന്നുകൂടി വായിച്ച് സ്തോത്രം. 1 തീമോഥെയോസ് 3:14-15. സ്തോത്രം. അല്ല, നേരത്തെ വായിച്ചില്ല. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുമെന്ന് ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ എങ്ങനെ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. സഭയാം ദേവാലയത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവസഭയിൽ എങ്ങനെ നടക്കണമെന്ന് പൗലോസ് പ്രബോധിപ്പിക്കുകയാണ്. ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. തിമോഥെയോസിന് എഴുതിയതും തീത്തോസിന് എഴുതിയതും ഫിലമോൻ എഴുതിയതും സ്വത്രം കർത്താവിന്റെ ശിഷ്യന്മാർക്ക് പൗലോസ് എഴുതിയത് ദൈവസഭയിൽ എങ്ങനെ നടക്കണം, ശുശ്രൂഷകൾ എങ്ങനെ ചെയ്യണം, ഭാര്യഭർത്തൃ ബന്ധം, സാഹോദര്യ ബന്ധം, പാസ്റ്റർമാരും വിശ്വാസികളും തമ്മിലുള്ള ബന്ധം, കുടുംബ ബന്ധം, ലോകമനുഷ്യരുമായിട്ടുള്ള ബന്ധം എല്ലാം തിമോഥെയോസിനെ പൗലോസ് എഴുതി പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് കൂടിയുള്ളതാണ്. സ്തോത്രം. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ഇനി അടുത്തൊരു സന്ദർഭത്തില് ഒരു സന്ദർഭം വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാമെന്ന് കർത്താവിൽ ഞാൻ ആശിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് പൽക്കാലം ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാരാകുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച്
കർത്താവിന്റെ വേല ചെയ്യുന്നവർക്ക് വേണ്ടുന്ന ഉപദേശം തിമോഥെയോസിന് കൊടുത്തത് ഞങ്ങൾക്കും അത് ധ്യാനിക്കുവാൻ, ഞങ്ങൾക്കും അത് പഠിക്കുവാൻ ഒരവസരം കർത്താവ് നൽകിയല്ലോ. നിങ്ങൾ വായിച്ചതും കേട്ടതുമായ വചനങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും, വിശേഷാൽ കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർക്കെല്ലാം അത് അനുഗ്രഹവും നന്മയും വിടുതലുമായി പരിണമിക്കട്ടെ. കർത്താവെ, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണം സ്വർഗീയ പിതാവേ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.